Hi dear students, അപ്പോൾ നമ്മൾ ഇന്ന് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ഓർഗാനിസത്തിന്റെ 15-minute ക്വിക്ക് റിവിഷനിലേക്ക് മൂവ് ചെയ്യാണ്. സോ ഈ ചാപ്റ്ററിൽ നമുക്ക് നീറ്റിന് ആസ് പെർ സിലബസ് 3 ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ടിഷ്യൂ, യു ഹാവ് ഫ്രോഗ് ആൻഡ് കോക്രോച്ച്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ടിഷ്യൂ പാർട്ടിലെ കുറച്ച് ഏരിയാസ് ചെക്ക് ചെയ്യാം. ടിഷ്യൂ എന്ന് പറയുന്ന പാർട്ടിൽ നമ്മൾ ബേസിക് ആയി ആദ്യം തുടങ്ങുമ്പോൾ വാട്ട് ഈസ് എ ടിഷ്യൂ? ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് സെൽസ് which are similar എന്ന് പറയുമ്പോൾ they have a similar origin, same ആവണമെന്നില്ല, they have similar origin and they perform a particular function. ഇങ്ങനെയുള്ള ടിഷ്യൂസ് ചേർന്നാൽ you get different tissues ചേർന്നാൽ you get an organ and different organs ചേരുമ്പോൾ you get an organ system. Now animals basically 4 types of tissues ആണ് ഉള്ളത്: epithelial, connective, muscular, nervous tissue. To start with epithelial tissue. എപ്പിത്തീലിയം അപ്പോൺ സംതിങ് അല്ലെ, അതുകൊണ്ട് തന്നെ നമ്മുടെ കവറിംഗ് ടിഷ്യൂ ആണ്. എക്ടോഡം വെളിയിലും എൻഡോഡേമൽ മീസോഡേമൽ ഒറിജിനുള്ള അകത്തും വെളിയിലും ഒക്കെ കവറിങ് വരുന്ന ഈ ഒരു ടിഷ്യൂ ടൈറ്റ്ലി പാക്ഡ് സെൽസ് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. എപ്പോഴും കവർ അങ്ങനെ ആയിരിക്കണമല്ലോ, അല്ലെങ്കിൽ ഊട്ട വീണ കവറിൽ കൂടെ നമുക്ക് സാധനം ഇടാൻ പറ്റില്ല. സോ ദേ ഹാവ് ടൈറ്റ്ലി പാക്ഡ് സെൽസ് വിത്ത് ലെസ് ഓർ നോ ഇന്റർസെല്ലുലാർ സ്പേസ്. ഇനി അപ്പോൾ ഈ സെൽസിനകത്തേക്ക് എങ്ങനെ ന്യൂട്രിയൻസ് എത്തും? കാരണം ബ്ലഡ് വെസൽസിന് എൻ്റർ ചെയ്യാൻ പറ്റില്ല. യെസ്, ദേ ടേക്ക് ന്യൂട്രിയൻസ് ഫ്രം ദി കണക്റ്റീവ് ടിഷ്യൂ ബിനീത്ത് ഇറ്റ്. കാരണം ദേ സിറ്റ് ഇൻ എ ബേസ്മെന്റ് മെമ്പറൈൻ, അതിന്റെ താഴെയായിട്ട് നമുക്ക് കണക്റ്റീവ് ടിഷ്യൂ കാണാൻ പറ്റും. ഓൾസോ ദീസ് സെൽസ് നീഡ് ടു കമ്മ്യൂണിക്കേറ്റ് ഓർ നോട്ട് കമ്മ്യൂണിക്കേറ്റ്. അതനുസരിച്ച് ദേ ഹാവ് 3 types of cell junctions. You have a tight junction which actually block any transport of material across the cells, or you have a gap junctions adendu cheyum transport of materials ine enhance cheyum, and you have an adhering junction which actually help the cells to stick on to one another or to the basement membrane. ഇനി എപ്പിത്തീലിയൽ ടിഷ്യൂവിനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ 2 തരമായിട്ട് ക്ലാസിഫൈ ചെയ്യും: ദ സിമ്പിൾ ആൻഡ് ദ കോമ്പൗണ്ട് ഫോം. സിമ്പിൾ സിംഗിൾ ലെയർ ഓഫ് സെൽസ് ആയിരിക്കും, കോമ്പൗണ്ട് മൾട്ടിപ്പിൾ ലെയർ ഓഫ് സെൽസ് ആണ്. ഇത് പ്രൊട്ടക്ഷനും സപ്പോർട്ടിനും വേണ്ടിയാണ് ഉപയോഗിക്കുക. വേറെ സിമ്പിൾ ലെയർ ഓഫ് സെൽസ് ഉള്ളത് നമുക്ക് പല ഷേപ്പ് അനുസരിച്ച് യു ഹാവ് സ്ക്വാമസ്, ക്യൂബോയിഡൽ ആൻഡ് കോളമിനർ. സ്ക്വാമസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മീനിന്റെ ചെതുമ്പൽ പോലെ വളരെ തിന്നായിട്ടുള്ള സെൽസ് ആണ്. ദേ ഹെൽപ്പ് ഇൻ ഡിഫ്യൂഷൻ അക്രോസ് ദ സർഫസസ് ആൽവിയോളി എൻഡോത്തീലിയം വരെ. ക്യൂബോയിഡൽ എന്ന് പറയുമ്പോൾ ക്യൂബ് ഷേപ്പ് സെൽസ് ആണ് വിത്ത് എ സിംഗിൾ ന്യൂക്ലിയസ് ഇൻ ഇറ്റ്. നമ്മൾ PCT DCTയിലൊക്കെയുള്ള അബ്സോർപ്റ്റീവ് സർഫസസ് ഇവരാണ്. And then you have the columnar cells, column shaped long tubular cells ആണ്. ബേസിലാണ് ന്യൂക്ലിയസ് ഉള്ളത്, which is present in small intestine and stomach absorption വേണ്ടിയാണ് സഹായിക്കും. Also you have a modification of cuboidal and columnar with hair, that is cilia in them. Cilia എന്തിനു വേണ്ടിയാ? മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസിന് സഹായിക്കും. ആൻഡ് യു വിൽ സീ ഇറ്റ് ഇൻ ദ ഫിലോപ്പിയൻ ട്യൂബ്, കാരണം നമുക്ക് ഓവത്തിന് ട്രാൻസ്പോർട്ട് ചെയ്യണം. ഓൾസോ ഇൻ ദ ട്രക്യോബ്രോങ്കിയൽ ട്രീ നമുക്ക് മ്യൂക്കസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി. Now going to compound epithelium, multiple layer of cells ഉണ്ട്. It helps in protection, present in skin, nail, hair, oral cavity, pharynx, etc. Also നമ്മളുടെ സിമ്പിൾ എപ്പിത്തീലിയം നമ്മൾ പറഞ്ഞു സെക്രീഷൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. സോ ദേ ക്യാൻ ആക്ട് ഗ്ലാൻഡുലാർ. അതിൽ യൂണിസെല്ലുലാർ ഉണ്ട്, മൾട്ടി സെല്ലുലാർ ഉണ്ട്. യൂണിസെല്ലുലാർ ഗ്ലാൻഡ് ആണ് ഗോബ്ലെറ്റ് സെൽസ്, മൾട്ടി സെല്ലുലാർ ആണ് നമ്മുടെ സലേവറി, സ്വെറ്റ് ഗ്ലാൻഡ് ഒക്കെ. ആൻഡ് എക്സോക്രൈൻ, എൻഡോക്രൈൻ, നമുക്ക് എൻഡോക്രൈൻ ഡക്ട്ലെസ് ഗ്ലാൻഡ്സ് പ്രൊഡ്യൂസിങ് ഹോർമോൺസ്, ആൻഡ് എക്സോക്രൈൻ വിച്ച് ആക്ച്വലി പ്രൊഡ്യൂസ് എൻസൈംസ്. ദേ ഹാവ് ഡക്ട്സ്. ഇനി നമ്മളുടെ എപ്പിത്തീലിയൽ ടിഷ്യൂ കംപ്ലീറ്റ് ചെയ്തു. ഇത്രയേ ഉള്ളൂ എപ്പിത്തീലിയൽ ടിഷ്യൂ. യു ക്യാൻ ഡു ദിസ് ക്വസ്റ്റ്യൻ over in your chat box. The answer നമുക്ക് കൊടുത്തേക്കാം. Going to the next one. Next is connective tissue. പേര് പറയുന്ന പോലെ it helps in connecting the different other tissues. Connective tissueലെ ഏറ്റവും വലിയ പ്രത്യേകത സെൽസിന് ഇടയ്ക്കായിട്ട് you have a matrix and fibers there. Connective tissueനെ presence of matrix fiber അനുസരിച്ച് you have loose, dense, specialized connective tissue. ലൂസ് കണക്റ്റീവ് ടിഷ്യൂ ശരിക്കും ഞാൻ പറയും സേമിയ പായസം പോലെ, ലൂസ് സേമിയ പായസം പോലെയാണ്. യു ഹാവ് ലെസ് ഫൈബർ, മോർ മാട്രിക്സ്, ആൻഡ് എക്സാമ്പിൾസ് ഇസ് ഏറിയോളാർ അഡിപ്പോസ് കണക്റ്റീവ് ടിഷ്യൂ. ദെൻ യു ഹാവ് ഡെൻസ്, അമ്മ ഉണ്ടാക്കുന്ന സേമിയ പായസം പോലെ ടേസ്റ്റ് വരുന്നു. യു ഹാവ് മോർ ഫൈബേഴ്സ്, ലെസ് ഫ്ലൂയിഡ്, അപ്പോൾ നമുക്ക് ഭയങ്കര തിക്കായിട്ടിരിക്കും. ആൻഡ് ദിസ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു റെഗുലർ ആൻഡ് ഇറഗുലർ. റെഗുലർലി അറേഞ്ച്ഡ് ഫൈബേഴ്സ് ആണോ, ഇറഗുലർലി അറേഞ്ച്ഡ് ഫൈബേഴ്സ് ആണോ? ഇറഗുലർലി അറേഞ്ച്ഡ് ഫൈബേഴ്സ് നമ്മൾ സ്കിന്നിലാണ് കാണുക. റെഗുലർലി അറേഞ്ച്ഡ് ഫൈബേഴ്സ് നമ്മൾ കാണുന്നത് പിന്നെ നമ്മുടെ ടെൻഡണിലും ലിഗമെന്റിലുമാണ്. ദെൻ യു ഹാവ് സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ. ഇവിടുത്തെ മാട്രിക്സ്
അല്ലെങ്കിൽ ഫൈബറിന് എന്തൊക്കെയോ പറ്റിയിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കുന്ന പായസം പോലെയാന്ന് പറയാം. ഒന്നേ നമ്മൾ സേമിയ ഇടാൻ മറന്നുപോയ സേമിയ പായസം, ദാറ്റ് ഇസ് നോ ഫൈബർ, വിച്ച് ഇസ് ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ, ബ്ലഡ് ആൻഡ് ലിംഫ്. ദെൻ യു ഹാവ് മാട്രിക്സ് വിച്ച് ഇസ് സോളിഡ്, കരിഞ്ഞു പോയി, മാട്രിക്സ് സോളിഡ് ആയി പോയത്, സ്കെലിറ്റൽ കണക്റ്റീവ് ടിഷ്യൂ, യു ഹാവ് കാർട്ടിലേജ് ആൻഡ് ബോൺ. സോ യു ക്യാൻ സി ഏരിയോളാർ കണക്റ്റീവ് ടിഷ്യൂലെ ഏരിയോളാർ കണക്റ്റീവ് ടിഷ്യൂ, ലൂസ് കണക്റ്റീവ് ടിഷ്യൂടെ ഡയഗ്രാം ആണ് കൊടുത്തിരിക്കുന്നത്. ഹിയർ യു ക്യാൻ സി കൊളാജൻ ഫൈബേഴ്സ്, എലാസ്റ്റിൻ നെറ്റ്വർക്ക് ഫൈബേഴ്സ്, യു ഹാവ് ഡിഫറെൻറ്റ് സെൽസ് ഓവർ ഹിയർ, ന്യൂട്രോഫിൽസ് ഉണ്ട്, മാക്രോഫേജസ് ഉണ്ട്, യു ഹാവ് മോണോസൈറ്റ്സ്, യു ഹാവ് ദിസ് ലിംഫോസൈറ്റ്സ് ഉണ്ട്. പിന്നെ നമുക്ക് ഈസ്നോഫിൽസിനെ കാണാൻ പറ്റും. ഓൾസോ അഡിപ്പോസൈറ്റ് സെൽസും ബ്ലഡ് വെസൽസും ഒക്കെ കാണാം. ആൻഡ് ദിസ് ഇസ് അഡിപ്പോസ് ടിഷ്യൂ which helps in fast storage. Dense irregular fibers, irregularly arranged. Regularly arranged നമുക്ക് ടെൻഡനും ലിഗമെന്റും ഉണ്ട്. ടെൻഡൻ connect a muscle to a bone and ligament connect a bone to a bone. Ligament is made more of പിന്നെ നമ്മുടെ elastin fiber and tendon is made more of collagen fiber. After which you have skeletal connective tissue, cartilage and bone ആണ്. cartilage എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ മാട്രിക്സ് സോളിഡ് ആണ്, കോൺട്രോട്ടിൻ സൾഫേറ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനകത്ത് ലാക്യുനേസ് ബേസിലാണ് കോൺട്രോസൈറ്റ് സെൽസ്, കാർട്ടിലേജ് പ്രൊഡ്യൂസിങ് സെൽസ് ഉള്ളത്. ആൻഡ് ദെൻ യു ഹാവ് ദി ബോണിൽ നമ്മൾ ഹവേർഷ്യൻ സിസ്റ്റം ആണ് കാണുക, ബ്ലഡ് വെസൽസ് കേറാൻ ഒരു ഹവേർഷ്യൻ കനാൽ. ദെൻ യു ഹാവ് ഇൻ ബിറ്റ്വീൻ നമുക്ക് ലാക്യുനേസ് സ്പേസ് ഉണ്ട്, അതിനകത്ത് ഓസ്റ്റിയോസൈറ്റ് സെൽസ് കാണാം, വിച്ച് ഹെൽപ്സ് ഇൻ ബോൺ ഫോർമേഷൻ. നൗ you have a question from this part, just try doing it. And we move on to the muscle cells. Muscles മൂന്ന് തരമാണുള്ളത് നമുക്കറിയാം. യു ഹാവ് സ്കെലിറ്റൽ, കാർഡിയാക്, വിസറൽ. സ്കെലിറ്റൽ എന്ന് പറയുമ്പോൾ നോൺ ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള പിന്നെ സിലിണ്ട്രിക്കൽ ആയിട്ടുള്ള മൾട്ടി ന്യൂക്ലിയേറ്റഡ് സ്ട്രയേറ്റഡ് മസിൽസ് ആണ്, വിച്ച് ഇസ് ഒൺലി വോളണ്ടറി മസിൽ നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്നത്. കാർഡിയാക് മസിൽസ് കാണാനായിട്ട് സ്കെലിറ്റൽ മസിലിനെ പോലെ ചെറിയ വ്യത്യാസം ഉണ്ട്. ദേ ആർ ബ്രാഞ്ച്ഡ് ആണ്, ഇന്റർകലേറ്റഡ് ഡിസ്ക് കണക്ട് ചെയ്യുന്നുണ്ട്. ബട്ട് സ്ട്രയേറ്റഡ് യൂണിന്യൂക്ലിയേറ്റഡ് സെൽസ് ആണ്. ദേ ആർ ബട്ട് ഇൻവോളണ്ടറി മസിൽസ്. ആൻഡ് നമുക്കറിയാം വിസറൽ മസിൽസ് ആണ് നമ്മൾ കാണുന്ന ഈ ഫ്യൂസിഫോം ഷേപ്പിലുള്ള യൂണിന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള നോൺ സ്ട്രേറ്റഡ് ആയിട്ടുള്ള മസിൽസ് വിസറൽ ഓർഗൻസിനെ ഫോം ചെയ്യുക. സോ യു ക്യാൻ ട്രൈ ദിസ് ആൻഡ് ദെൻ മൂവ് ഓൺ ടു ന്യൂറൽ ടിഷ്യൂ. ന്യൂറൽ ടിഷ്യൂവിൽ നമുക്ക് മോർ ദാൻ ഹാഫ് എന്ന് പറയുന്നത് ന്യൂറോഗ്ലിയ എന്ന് പറയുന്ന പ്രൊട്ടക്റ്റീവ് സെൽസ് ആണ്. ഇതിന് എക്സാമ്പിൾ ആണ് ഷ്വാൻ സെൽസ് ഒക്കെ, മൈലിൻ ഷീത്ത് ഉണ്ടാക്കുന്ന ഒളിഗോഡെൻഡ്രോസൈറ്റ്സ് ഒക്കെ വരുന്നത്. ആൻഡ് യു ഹാവ് ന്യൂറോൺസ് വിച്ച് ആർ ദ ഓൺലി എക്സൈറ്റബിൾ സെൽസ്, അത് റെസ്റ്റ് ഓഫ് ദ ന്യൂറൽ ടിഷ്യൂ ഫോം ചെയ്യുന്നു. സോ യു ക്യാൻ സീ ഹിയർ വൺ ക്വസ്റ്റ്യൻ. ആൻഡ് മൂവിങ് ഓൺ, വി ഹാവ് കോക്രോച്ച് ആസ് ദ നെക്സ്റ്റ് പാർട്ട്. അപ്പോൾ ടിഷ്യൂ വളരെ കുഞ്ഞു പാർട്ടാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കോക്രോച്ച് ആണ് കാണുക. കോക്രോച്ച് ഫ്രോഗ് നോക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 2025 ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്നത് ഫ്രോഗ് എന്നായിരുന്നു കേട്ടോ. ഇവിടെ ഒരു ചെറിയ കൺഫ്യൂഷൻ ഇപ്പോഴും സിലബസിലുണ്ട്. ഫ്രോഗ് എന്ന് കൊടുത്ത് ബ്രാക്കറ്റിലാണ് ഇൻസെക്ട് എന്ന് കൊടുത്തിരിക്കുന്നത്. സോ വി ഹാവ് ടു ആക്ച്വലി ലേൺ എ ബിറ്റ് ഓഫ് കോക്രോച്ച്. അപ്പോൾ കോക്രോച്ചിൽ നമ്മൾ ബേസിക്കലി മോർഫോളജിയും അനാറ്റമിയും, മോർഫോളജി തന്നെ എക്സ്റ്റേണൽ ഫീച്ചർ, അനാറ്റമി ഇന്റേണൽ ഫീച്ചർ. അനാറ്റമിക്കലി അതൊരു ആർത്രോപോഡയാണ്, ജോയിന്റ് അപ്പൻഡേജസ് ഉണ്ട്, ബോഡിനെ ഹെഡ്, തൊറാക്സ്, അബ്ഡോമനായി ഡിവൈഡ് ചെയ്യും. ഇതിന്റെ ഔട്ട്സൈഡ് ഒരു കൈറ്റിന്റെ എക്സോസ്കെലിറ്റൻ ഉണ്ട്. അതിന്റെ ഓരോ ഷെല്ലുകളെയും സ്ക്ലീറൈറ്റ് എന്ന് വിളിക്കും. അത് വെൻട്രലി ഉള്ള ഷെൽഫിനെ സ്റ്റേണായിട്ട്, സ്റ്റേൺ ആണല്ലോ വെൻട്രലി ഉള്ളത്, ആൻഡ് ഡോസിലി ഉള്ളതിനെ ടെർഗൈറ്റ് എന്ന് വിളിക്കും. ആൻഡ് ദേ ടു ആർ കണക്റ്റഡ് ബൈ ചെറിയ ഫ്ലെക്സിബിൾ ആർത്രോഡിയൽ മെംബ്രെയിൻ ഇൻ ബിറ്റ്വീൻ. ഇനി നമ്മൾ ഹെഡ് പാർട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു ട്രയാങ്കുലർ ഹെഡാണ്. ഈ ട്രയാങ്കുലർ ഹെഡിൽ ഹൈപ്പോനാത്തസ്, മൗത്ത് താഴെയാണ്. അതൊരു ബൈറ്റിംഗ് ചൂയിങ് മൗത്ത് ആണ്, വിത്ത് ലേബ്രം അപ്പർ ലിപ്പ്, ലേബിയം ലോവർ ലിപ്പ്, മാൻഡിബിൾ ആൻഡ് മാക്സില വിത്ത് ഹൈപ്പോഫാരിങ്സ് വിച്ച് ആക്ട് ആസ് ടങ്. പിന്നെ നമ്മൾ ഇതിൽ കോമ്പൗണ്ട് ആയി കാണാൻ പറ്റും, അത് പിന്നെ മെംബ്രെയിൻ സോക്കറ്റിലാണുള്ളത്. ആന്റിന ഈസ് ഓൾസോ പ്രസന്റ്. തൊറാക്സ് റീജിയൻ നോക്കിക്കഴിഞ്ഞാൽ പ്രോതൊറാക്സ്, മീസോതൊറാക്സ്, മെറ്റാതൊറാക്സ്, 3 റീജിയൻ ആണ്. പ്രോതൊറാക്സ് ആണ് ഫ്ലെക്സിബിൾ നെക്ക് ഫോം ചെയ്യുന്നത്. ഈ 3 തൊറാക്സ് റീജിയനിലും പെയർ ഓഫ് ലെഗ്സ് ഉണ്ട്. എന്നാൽ വിങ്സ് മീസോതൊറാക്സിലും മെറ്റാതൊറാക്സിലും. മീസോതൊറാക്സിലെ വിങ് എന്ന് പറയുന്നത് ലെത്തറി ആയിട്ടുള്ള ഫ്ലൈറ്റിന് യൂസ് ചെയ്യാത്ത പ്രൊട്ടക്റ്റീവ് വിങ്സ് ആണ്, ടെക്മിന. ആൻഡ് ഹൈൻഡ് വിങ്സ് ഓൺ ദ മെറ്റാതൊറാക്സ് ആണ് ആക്ച്വലി നമുക്ക് ഫ്ലൈറ്റിന് സഹായിക്കുക. Then you have the abdominal region. Abdominal regionിലെ മെയിലിനും ഫീമെയിലിനും ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുക. രണ്ടുപേർക്കും ഏനൽ സർസായി എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ട് എങ്കിലും ഏനൽ സ്റ്റൈൽ ആകെ ആണുങ്ങൾക്ക് മാത്രമാണുള്ളത്. ഓക്കെ, ഇനി മെയിൽസിന്റെ ജെനീഷ്യൽ പൗച്ച്, ഫീമെയിൽസിന്റെ ബ്രൂട്ട് പൗച്ചും ഈ ഒരു അബ്ഡോമിനൽ റീജിയനിലാണ് ഉള്ളത്. മെയിൽ പൗച്ച് എന്ന് പറയുന്നത് 9th ടെർഗൈ, 10th ടെർഗൈ, 9th സ്റ്റേണായി വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നു. വേറെ ഫീമെയിൽ ബ്രൂട്ട് പൗച്ച് എന്ന് പറയുന്നത് 7th സ്റ്റേണായി ബോട്ട് ഷേപ്പ് ഇരിക്കും. അതിനകത്തായിട്ട് 8th and 9th സ്റ്റേണായി ലൊക്കേറ്റഡ് ആയിരിക്കും. ഫൈൻ.
Now going to the anatomy part. Digestive system നോക്കാൻ നേരത്ത് foregut, midgut, hindgut. Foregut full cuticle lined ആണ്. അതിൽ mouth, pharynx, esophagus, crop for storing food and gizzard for grinding food. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ മിഡ്ഗട്ടിലേക്ക് വരും. ഈ ജംഗ്ഷനിലാണ് നമ്മൾ ഹെപ്പാറ്റിക് സീക്ക എന്ന് പറയുന്നത് 6 to 8 ബ്ലൈൻഡ് ട്യൂബ്യൂൾസ് കാണാം. ആൻഡ് ദെൻ നമുക്ക് മിഡ്ഗട്ടിനും ഹൈൻഗട്ടിനും ഇടയിലായിട്ട് നമുക്ക് മാൽഫീജിയൻ ട്യൂബിൾ എന്ന് പറയുന്ന 100 to 150 വരുന്ന യെല്ലോ ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് കാണാം. ഇതാണ് എക്സ്ക്രീറ്ററി ഓസ്മോ റെഗുലേറ്ററി ഫംഗ്ഷന് ഹെൽപ്പ് ചെയ്യുക. റെസ്പിറേറ്ററി സിസ്റ്റം നോക്കാൻ നേരത്തെ ഇവരുടെ ബോഡിയിൽ 10 പെയർ ഓഫ് സ്പൈറക്കിൾസ് സൈഡിലുണ്ട്. ഇത് നേരെ ട്രക്കിയൽ ട്യൂബിലേക്ക് പോകും. അതുവഴി ഡയറക്റ്റ് ഗ്യാസ് എക്സ്ചേഞ്ച് ആണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ബ്ലഡിൽ ഗ്യാസ് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള പിഗ്മെന്റ്സ് ഇല്ല. സോ നമ്മൾ സർക്കുലേറ്ററി സിസ്റ്റത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും നമുക്കറിയാം ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം ആണ് ഇവർക്കുള്ളത്. ഇവരുടെ ഹാർട്ട് ഡോർസൽ സൈഡിൽ മുതുവിന്റെ ഭാഗത്താണ് ഉള്ളത്. ഒരു ലോങ് ട്യൂബുലാർ ഹാർട്ടാണ്. അതിന്റെ കോൺട്രാക്ഷന് സഹായിക്കുന്ന ആക്സിലറി മസിൽസ് ഏലിയാർ മസിൽസ് ഇതുമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കും. ഇനി നമ്മൾ നോക്കിയാൽ സൈനസിൽ നിന്ന് ബ്ലഡ് നേരെ ഓസ്റ്റിയ വഴി ഹാർട്ടിലേക്ക് വരുന്നു. അത് നേരെ ഫോർവേഡ് അയോട്ടയിൽ എത്തുന്നു. പിന്നെയും അത് എന്ത് ചെയ്യുന്നു, സൈനസ് സ്പേസിലേക്ക് എൻ്റർ ചെയ്യുന്നു. ഇനി നമ്മൾ എക്സ്ക്രീറ്ററി സിസ്റ്റം നോക്കിയാൽ മാൽഫീജിയൻ ട്യൂബിൾ ആണ് മേജർ എക്സ്ക്രീറ്ററി സ്ട്രക്ചർ. അതിന് പുറമെ യൂറിക്കോസ് ഗ്ലാൻഡ്, ഫാറ്റ് ബോഡീസ്, നെഫ്രോസൈറ്റ്സ് ഉണ്ട്. നെർവസ് സിസ്റ്റം നമ്മളെന്ന് ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ വെൻട്രലി പൊസിഷൻഡ് ആണ്, സോളിഡ് ആണ്, ഡബിൾ ആണ്, ഗാംഗ്ലിയൻസ് പ്രസന്റ് ആണ്. സൂപ്രാ ഇസോഫേജിയൽ ഗാംഗ്ലിയൻ ആണ് ബ്രെയിൻ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അവർക്ക് തൊറാക്സിൽ 3 പേരും അബ്ഡോമിനിൽ 6 പേരും ഗാംഗ്ലിയൻസ് ഉണ്ട്. പിന്നെ നമുക്ക് സെൻസ് ഓർഗൻസ് നോക്കുമ്പോൾ കോമ്പൗണ്ടായി ഇവരുടെ കോമ്പൗണ്ടായുടെ പ്രത്യേകത മൊസൈക്ക് വിഷൻ ആണുള്ളത് അല്ലെ. 2000 ഹെക്സഗണൽ ഒമിറ്റിഡിയാസ് ചെറിയ യൂണിറ്റ്സ് ആണ് ഇതിലുള്ളത്. റെസൊല്യൂഷൻ ഭയങ്കര കുറവാണെങ്കിലും സെൻസിറ്റിവിറ്റി ഭയങ്കര കൂടുതലാണ്. ലാർജ് ഏരിയ കാണാൻ പറ്റും. നൗ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം വരാൻ നേരത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ഡിസ്റ്റിങ്ക്റ്റ് ആണ്. മെയിൽസിൽ ടെസ്റ്റസ് ഉണ്ട്. ടെസ്റ്റസ് നേരെ വാസ് ഡിഫറൻസിലേക്ക് വരുന്നു. അവിടെ നിന്ന് സെമിനൽ വെസിക്കിളിൽ സ്പേമിനെ സ്റ്റോർ ചെയ്യും ആസ് സ്പെമാറ്റോഫോർ. മഷ്റൂം ഗ്ലാൻഡ്, ഫാലിക് ഗ്ലാൻഡ്, 2 ഗ്ലാൻഡ്സ് എന്ത് ചെയ്യും, സെക്രീഷൻസ് പ്രൊവൈഡ് ചെയ്യും. ഇജാക്കുലേറ്ററി ഡക്റ്റും സെക്രീഷൻ പ്രൊവൈഡ് ചെയ്യും. ബട്ട് ഇറ്റ് കംസ് ഔട്ട് ത്രൂ പിന്നെ ഇജാക്കുലേറ്ററി ഡക്ട് ത്രൂ ഗോണോപോർ. ഇവിടെ ഇവർക്ക് റൈറ്റ് ലെഫ്റ്റ് വെൻട്രൽ ഫാലോമിയേഴ്സ് കാണാൻ പറ്റും, വിച്ച് ആക്ച്വലി ഹെൽപ്സ് ഇൻ കോപ്പുലേഷൻ. ഇനി ഫീമെയിൽസിലാണെങ്കിൽ ഈ സ്പെർമിനെ ആദ്യമേ സ്റ്റോർ ചെയ്ത് വെക്കും. സ്പെർമാത്തീക്ക എന്ന് പറയുന്ന ഈ ബാഗിനകത്തേക്ക് സ്പെമാറ്റോഫോറിനെ സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് ഓവറിയൂൾസ് ചേർന്നുണ്ടാവുന്ന ഓവറിയിൽ നിന്നുള്ള ഓവത്തിനെ ഓവിഡക്റ്റ് വഴി ഈ ജനീഷ്യൽ ചേംബറിലെത്തുന്ന സമയത്ത് സ്പെമാറ്റോഫോർ ബ്രേക്ക് ചെയ്ത് സ്പേമിനെയും കൂടെ റിലീസ് ചെയ്യും. ഇത് രണ്ടും കൂടെ ഇവിടെ ഇരുന്ന് ഫെർട്ടിലൈസ് ചെയ്ത് എഗ്ഗ് ഉണ്ടാക്കും. പക്ഷേ ഈ എഗ്ഗിനെ അങ്ങനെ തന്നെ റിലീസ് ചെയ്യില്ല. 14 to 16 എഗ്ഗിനെ ഒരൊറ്റ സാക്കിനകത്തേക്ക് വെക്കും. ഈ സാക്കിനെയാണ് ഊത്തീക്ക. ഈ ഊത്തീക്ക ഉണ്ടാക്കാൻ സഹായിക്കുന്ന കൊളാറ്ററൽ ഗ്ലാൻഡിന്റെ സെക്രീഷനാണ്. അങ്ങനെ 9 to 10 ഊത്തീക്കേനെയാണ് ആ ഫീമെയിൽ അറ്റ് എ ടൈം എന്ത് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഊത്തീക്കേനെ ശരിക്കും പറഞ്ഞാൽ ഇവരൊരു വാം ഡാം പ്ലേസസിൽ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിരിക്കും കോക്രോച്ചസ്. ഇത് ഹാച്ച് ചെയ്ത് നിംഫാണ് വരുന്നത്. നിംഫ് ആക്ച്വലി അഡൾട്ട് കോക്രോച്ച് എന്നുള്ള ഒറ്റ ഡിഫറൻസ്, ഇവർക്ക് വിങ് പാഡേ ഉള്ളൂ, വിങ്സ് ഇല്ല. നിംഫ് ഒരു 13 times മോൾട്ട് ചെയ്യുമ്പോൾ സൈസ് വലുതാവുമ്പോഴാണ് നമുക്ക് അഡൾട്ട് ആവുക വിത്ത് വിങ്സ് എക്സ്ട്രാ പ്രസന്റ്. ദിസ് ടൈപ്പ് ഓഫ് ഡെവലപ്മെന്റിന് പൗറോ മെറ്റബോളസ് ഡെവലപ്മെന്റ് എന്നാണ് പറയുക. സോ ബൈ വിച്ച് cockroach is completed. So you can do one question from that. 5 അല്ലേ? ഇത് ആൻസർ ചാറ്റ് ബോക്സിൽ കൊടുത്തേക്കണം. ആൻഡ് നൗ വി ചെക്ക് ടു ഫ്രോഗ്. ഫ്രോഗ് റാണ ടൈഗ്രീന, ശരിക്കും നമ്മളുടെ പച്ചത്തവള നമ്മുടെ നാട്ടിലെ. മോർഫോളജി നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ. ഹെഡും ട്രങ്കും, നെക്കും ഇല്ല, ടെയിലും ഇല്ല. ബോഡി ഭയങ്കര സ്ലൈമിയാണ്. ഹെഡിൽ നോക്കിയാൽ നമുക്ക് 2 സിമ്പിളായി കാണാം. ഇത് വെള്ളത്തിൽ പോകുമ്പോൾ നിറ്റിറ്റേറ്റിംഗ് മെമ്പറൈൻ വെച്ച് പ്രൊട്ടക്റ്റ് ചെയ്യും. നോസ്ട്രൽസ് ഉണ്ട്. ടിംഫാനമാണ് ഇയറിനെ റെപ്രസെന്റ് ചെയ്യുക. ബൈഫിഡ് ടങ് ഉണ്ട്. സ്റ്റിക്കി ടങ്സ് ഉണ്ട്. പിന്നെ നമുക്ക് വെൻട്രൽ പാർട്ട് ശരിക്കും പെയിൽ യെല്ലോ ആയിട്ടും ഡോസർ പാർട്ട് ഫുള്ള് ഗ്രീൻ ആയിട്ടും കാണാം. അതിൽ ചെറിയ ഒലിവ് പാച്ചസ് നമുക്ക് കാണാൻ പറ്റും. ഇനി ഇവരുടെ 4 ലിംബ് നോക്കിയാൽ 4 ഡിജിറ്റ് ആണുള്ളത്. ഹൈ ലിംബിൽ 5 ഡിജിറ്റ് ഉണ്ട്. അത് വെബ് ഫീറ്റും ആണ്. ഓക്കെ, ഇതിൽ തന്നെ മെയിൽസിന് സെക്ഷൽ ഡൈമോർഫിസം കാണിക്കും. കാരണം മെയിൽസിൽ കോപ്പുലേറ്ററി പാഡ് അവരുടെ തമ്പിന്റെ അവിടെ ഉണ്ട്. ഓൾസോ അവർക്ക് വോക്കൽ സാക്സ് ഉണ്ട്. ഇത് വെച്ചാണ് പാട്ട് പാടി ഫീമെയിൽസിനെ അട്രാക്ട് ചെയ്യുക. ദ അതർ ഫീച്ചേഴ്സ് ആർ മിമിക്രി, എസ്റ്റിവേഷൻ, ഹൈബർനേഷൻ. മിമിക്രി എന്ന് പറയുന്നത് എൻവയോൺമെന്റുമായിട്ട് സിമുലേറ്റ് ചെയ്ത് നിൽക്കുക, അപ്പോൾ പ്രിഡേറ്റേഴ്സിന് എസ്കേപ്പ് ചെയ്യും. എസ്റ്റിവേഷൻ ഈസ് സമ്മർ സ്ലീപ്പ് ആൻഡ് ഹൈബർനേഷൻ ഈസ് വിന്റർ സ്ലീപ്പ്. ഇനി നമ്മൾ ഇവരുടെ അനാറ്റമിയിലേക്ക് കടക്കുമ്പോൾ ഓരോ സിസ്റ്റം. ഡൈജസ്റ്റീവ് സിസ്റ്റം ഓൾമോസ്റ്റ് ഹ്യൂമൻ ലൈക്ക്. മൗത്തിൽ നിന്ന് ഫാരിങ്സ്,
ഇസോഫാഗസ് സ്റ്റൊമക്കിലേക്ക് ഗ്യാസ്ട്രിക് ജ്യൂസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഇൻഡസ്ട്രിനിലേക്ക് കോമൺ ബൈൽ ഡക്റ്റ് വഴി ലിവറിന്റെ ബൈൽ ജ്യൂസും പാങ്ക്രിയാറ്റിക് ജ്യൂസും സെക്രീറ്റ് ചെയ്യുന്നു. ആൻഡ് ഫ്രം ഇൻഡസ്ട്രിൻ ഇറ്റ് ഗോസ് ടു റെക്റ്റം. പക്ഷെ റെക്റ്റത്തിന് നേരെ എനസ് വഴി വെളി വരില്ല. ക്ലോയോക്ക സ്റ്റോർ ചെയ്യും. ക്ലോയക്കൽ അപ്രച്ചർ വഴി വെളിയിലേക്ക് വരും. ഇനി നമ്മൾ റെസ്പിറേഷൻ നോക്കിക്കഴിഞ്ഞാൽ മേജർ റെസ്പിറേറ്ററി ഓർഗൻ സ്കിന്നാണ്. കാരണം വെള്ളത്തിൽ സ്കിന്നാണ്. അതുകൊണ്ട് മാത്രമല്ല, ഈവൻ കരയിൽ താമസിക്കുമ്പോഴും എസ്റ്റിവേഷൻ ഹൈബർനേഷന്റെ സമയത്ത് സ്കിന്നാണ് മേജർ റെസ്പിറേറ്ററി ഓർഗൻ. പക്ഷെ അല്ലാത്ത സമയം ദേ ക്യാൻ യൂസ് ലങ്സ് ആൻഡ് ബക്കോഫൈറിൻഷ്യൽ ക്യാവിറ്റി. Now going to circulatory system, they have a closed circulatory system അല്ലെ. അവർക്ക് 3 chambered ഹാർട്ട് ആണ് ഉള്ളത്. ഇൻകംപ്ലീറ്റ് സർക്കുലേഷൻ ആണ്. റൈറ്റ് ഏട്രിയയിലേക്ക് വീന കവ ബ്ലഡ് കൊണ്ടുവരുന്നു, ഇംപ്യൂർ ബ്ലഡ്. ലെഫ്റ്റ് ഏട്രിയയിലേക്ക് ഓക്സിജനേറ്റഡ് ബ്ലഡ് പൾമിനറി വെയിൻ കൊണ്ടുവരുന്നു, നമ്മളെ പോലെ തന്നെ. പക്ഷെ ഇതെന്ത് ചെയ്യും, വെൻട്രിക്കിൾ മിക്സ് ആവും. എന്നിട്ട് അവിടെ നിന്ന് പോകുന്ന ഒരു ബ്ലഡ് വെസൽ ഉണ്ട് വിച്ച് ഗോ ത്രൂ ദ വെൻട്രൽ സർഫസ് ഓഫ് ഹാർട്ട്. ഇതിനെയാണ് കോണസ് ആർട്ടീരിയോസസ് എന്ന് നമ്മൾ പറയും. ഇവർക്ക് പോർട്ടൽ സർക്കുലേഷനിൽ നമ്മളിൽ നിന്ന് വ്യത്യാസമായി റീനൽ പോർട്ടൽ സർക്കുലേഷൻ ഉണ്ട്, അപ്പാർട്ട് ഫ്രം ഹെപ്പാറ്റിക് പോർട്ടൽ സർക്കുലേഷൻ. ആൻഡ് ബ്ലഡ് നോക്കിക്കഴിഞ്ഞാൽ RBC WBC പ്ലേറ്റ്ലെറ്റ് RBC ന്യൂക്ലിയേറ്റഡ് ആയിരിക്കും. മാമൽസിന് മാത്രമാണ് ന്യൂക്ലിയേറ്റഡ് RBC ഉള്ളത്. Now we have excretory system. Kidney ആണ് മേജർ excretory organ with nephrons അല്ലെങ്കിൽ uriferous tubules as their excretory basic excretory structure. കിഡ്നിയിൽ നിന്ന് നേരെ യൂറിറ്ററിലേക്ക് യൂറിൻ പോകുന്നു. യൂറിനറി ബ്ലാഡർ ഒരു തിൻ മെമ്പറൈനി സ്ട്രക്ചർ ഉണ്ട്, അവിടെ കളക്ട് ചെയ്യും. എന്നിട്ട് ക്ലോയക്കൽ അപ്രച്ചർ വഴി വെളിയിലേക്ക് വരും. Now nervous system ഡെവലപ്ഡ് ആണ്. സെൻട്രൽ പെരിഫറൽ നെർവസ് സിസ്റ്റം ഉണ്ട്. ഇതിൽ ഡിഫറൻസ് മാത്രം നിങ്ങളൊന്ന് നോക്കിയേ. ബ്രെയിൻ നോക്കുമ്പോൾ ഫോർ ബ്രെയിനിൽ അൺപെയർഡ് ഡയൻസെഫലൻ ആണുള്ളത്. ഇനി മിഡ് ബ്രെയിനിൽ ഒരു പെയർ ഒപ്റ്റിക് ലോബേ ഉള്ളൂ, നമുക്ക് 2 പേരുണ്ട്. ഇനി ഹൈൻഡ് ലിംബ് നോക്കുകയാണെങ്കിൽ ഇവർക്ക് പോൺസ് ഇല്ല, നമുക്ക് പോൺസ് ഉണ്ട്. സോ ദേ ഹാവ് മെഡുല്ല സെർബെല്ല. ആൻഡ് നമ്മൾ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ ക്രേനിയൽ നെർവ്സ് നോക്കുമ്പോൾ ദേ ഓൺലി ഹാവ് 10 പേഴ്സ്, നമുക്ക് 12 പേഴ്സ് ക്രേനിയൽ നെർവ്സ് ഉണ്ട്. അപ്പോൾ ഈ ഡിഫറൻസ് ഒന്ന് ഓർത്ത് വെക്കാം. Now going to reproductive system. നമ്മുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഈസ് ഫങ്ഷണലി അറ്റാച്ച്ഡ് ടു പറയാം കിഡ്നി. കാരണം കിഡ്നി വഴിയാണ് സ്പേം അകത്തേക്ക് കയറുക. അപ്പം നമുക്ക് നോക്കിയാൽ ടെസ്റ്റിസിൻ്റെ സൈഡിലായിട്ട് മിസോച്ചിയം എന്ന് പറയുന്ന ആ കണക്റ്റീവ് ടിഷ്യൂ വെച്ചിട്ട് ടൈറ്റ്ലി കിഡ്നിയായിട്ട് അറ്റാച്ച്ഡ് ആണ്. ഇവിടെ നിന്ന് വാസഫറൻഷ്യ 10 to 12 പേഴ്സ് നേരെ സ്പേമിനെ കിഡ്നിയിലേക്ക് കൊണ്ടുവരുന്നു. കിഡ്നിയിൽ നിന്ന് ബൈഡേഴ്സ് കനാലിൽ കയറിയിട്ട് യൂറീറ്റർ വഴി ക്ലോയോക്ക വഴി ക്ലോയക്കൽ അപ്രോച്ചർ വഴി വെളിയിലേക്ക് വരുന്നു. ഓക്കെ, അപ്പോൾ ഫങ്ഷണലി അറ്റാച്ച്ഡ് ആണ്. വേറെ ഫീമെയിൽസിൽ ശരിക്കും അല്ല. ഈ പടം കാണുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ തോന്നുമെങ്കിലും കിഡ്നിയുടെ ഫ്രണ്ടിലായിട്ടാണ് ശരിക്കും. ഇങ്ങനെ ഞാൻ കൈ വെച്ച് കഴിഞ്ഞാൽ പടം വരയ്ക്കുമ്പോൾ എൻ്റെ ബോഡി ഇരിക്കുന്ന പോലെ ഇരിക്കും. അതുപോലെ കിഡ്നിയുടെ ഫ്രണ്ടിലായിട്ടാണ് ഓവറി ഇരിക്കുക. ഓക്കെ, നോട്ട് അറ്റാച്ച്ഡ്. ഇനി ഇവിടെ നിന്ന് ഓവർ നേരെ ഓവിഡക്റ്റിലേക്ക് റിലീസ് ചെയ്യും, ക്ലോയക്കൽ വരും, ക്ലോയക്കൽ അപ്രഷർ വഴി വെളി വരും. ബട്ട് ദേ ഹാവ് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ. അപ്പോൾ ഒറ്റ ഓവം അല്ല റിലീസ് ചെയ്യുന്ന, അറ്റ് എ ടൈം 2500 to 3000 ഓവേനെ അവർ റിലീസ് ചെയ്യും. ഇത് എക്സ്റ്റേണലി വെള്ളത്തിൽ ഇരുന്ന് ഫെർട്ടിലൈസ് ചെയ്യുന്നു. ടാഡ്പോൾ സ്റ്റേജ് കഴിഞ്ഞ് ഇൻഡയറക്ട്ലി അവർ ഡെവലപ്പ് ചെയ്ത് വരും. സോ നൗ ദിസ് ഈസ് യുവർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ഫ്രോഗ്. അപ്പോൾ ഇത്രയും പറയുമ്പോൾ a big chapter ആണ് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ വിച്ച് ഇസ് കംപ്ലീറ്റഡ്. എന്നാൽ സിമ്പിൾ ഡയഗ്രംസ് യൂസ് ചെയ്ത് ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററുമാണ്. കാരണം വൺസ് ഇതിന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ മിസ്സാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആരും ഈ ചാപ്റ്റർ മിസ്സാക്കരുത്. See you with such another chapter discussion. Bye.